എർത്തിലെ മറ്റു സൂപ്പർ ഹീറോസിനെ എല്ലാം പിടികൂടി ഡിഫീറ്റ് ചെയ്ത സ്ക്വാഡ്രൺ സുപ്രീം അവരാണ് എർത്തിലെ മൈറ്റിയസ്റ്റ് ഹീറോസ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്നു. സ്ക്വാഡ്രൺ സുപ്രീമിനെ ഭയന്നാണ് ജനങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ അവഞ്ചേഴ്സ് ഇല്ലാതായിട്ടില്ല. അവഞ്ചേഴ്സ് ജീവനോടെ ഉണ്ട്. സ്ക്വാഡ്രൺ സുപ്രീമിനെ എങ്ങനെ തറ പറ്റിക്കാമെന്ന് പ്ലാൻ ചെയ്യുവാണ് അവഞ്ചേഴ്സ്. സ്ക്വാഡ്രൺ സുപ്രീം സെപ്പറേറ്റ് ആയിട്ട് അവർ ഓരോരുത്തരും പല കോണ്ടിനെന്റ്സിലേക്ക് പോയേക്കുവാണെന്ന് അവഞ്ചേഴ്സ് മനസ്സിലാക്കുന്നു. അവഞ്ചേഴ്സ് ടവറിൽ കയറിക്കൂടിയ ടോണി സ്റ്റാർക്കിനെ കണ്ട നൈറ്റ് ഹോക്ക് തന്റെ ഗണ്ണിന്റെ സഹായത്തോടെ ടോണി സ്റ്റാർക്കിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ടോണി സ്റ്റാർക്ക് ഒരു വിധത്തിൽ എസ്കേപ്പ് ആകുന്നു. ഈ സമയത്ത് തോർ സ്ക്വാഡ്രൺ സുപ്രീമിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുകയും തന്റെ വെപ്പണായ മ്യോൾനിയറിന്റെ സഹായത്തോടെ തന്റെ ലൈറ്റ്നിങ് പവേഴ്സ് ഉപയോഗിച്ച് നൈറ്റ് ഹോക്കിനെ തറ പറ്റിക്കുന്നു. സ്പീഡ് ഡീമൻ ഒരു കോണ്ടിനെന്റിലേക്ക് പോയിട്ട് അവിടെയുള്ള മിലിറ്ററി ടാങ്കുകൾ നശിപ്പിക്കുന്നു. പെട്ടെന്ന് തന്നെ ഹോക്കൈ അവിടേക്ക് വന്നിട്ട് സ്പീഡ് ഡീമനെ തന്റെ എക്സ്പ്ലോസീവ് ആരോസിന്റെ സഹായത്തോടെ ആക്രമിക്കുന്നു. എന്നിട്ട് ഹോക്കൈ അവിടെ നിന്നും എവിടേക്കോ ഓടുന്നത് കണ്ട സ്പീഡ് ഡീമൻ ഹോക്കൈയെ ഫോളോ ചെയ്ത് അതിവേഗത്തിൽ ചെന്ന് ഹോക്കൈ വെച്ച ട്രാപ്പിൽ വീഴുന്നു. മറ്റൊരു കോണ്ടിനെന്റില് തോറും സാർഡയുമായിട്ട് ഫൈറ്റ് ചെയ്യുവാണ്. ഈ സമയത്ത് ഫാൽക്കൺ അവിടേക്ക് വന്നിട്ട് സ്പീഡ് ഡീമന്റെ സ്പീഡ് ബെൽറ്റ് സാർഡയെ അണിയിക്കുന്നതോടെ ഒരു കൺട്രോളുമില്ലാതെ സാർഡ അതിവേഗത്തിൽ എവിടേക്കോ പോകുന്നു. മറ്റൊരു കോണ്ടിനെന്റില് അയൺമാൻ ന്യൂക്കിനെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുവാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് അവിടേക്ക് വേഗത്തിൽ വന്ന സാഡ ന്യൂക്കിനെയും ഇടിച്ചുകൊണ്ട് അയൺമാൻ വെച്ച ട്രാപ്പിലേക്ക് വീഴുന്നു. മറ്റൊരു കോണ്ടിനെന്റില് ഡോക്ടർ സ്പെക്ട്രത്തെ തന്റെ വൈബ്രേനിയം ഷീൽഡിന്റെ സഹായത്തോടെ ക്യാപ്റ്റൻ അമേരിക്ക തറ പറ്റിക്കുന്നു. എന്നിട്ട് ആന്റ്മാന്റെ സഹായത്തോടെ ക്യാപ്റ്റൻ അമേരിക്ക പിം പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് ഡോക്ടർ സ്പെക്ട്രത്തെ ചെറുതാക്കിയിട്ട് ഡോക്ടർ സ്പെക്ട്രത്തിന്റെ പ്രിസം കൈക്കലാക്കുന്നു. ക്യാപ്റ്റൻ അമേരിക്ക ആ പ്രിസത്തിന്റെ പവേഴ്സ് ഉപയോഗിച്ച് സ്പേസിലേക്ക് പോയിട്ട് ആ പ്രിസത്തിന്റെ എല്ലാ ശക്തിയും എടുത്ത് സൂര്യനെ മറയ്ക്കുവാണ്. ഈ സമയത്ത് മറ്റൊരു കോണ്ടിനെന്റിൽ ബ്ലാക്ക് വിഡോ ഹൈപ്പീരിയനെ ഡിഫീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഹൈപ്പീരിയൻ തന്റെ ഹീറ്റ് വിഷൻ ഉപയോഗിച്ച് ബ്ലാക്ക് വിഡോയെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹൈപ്പീരിയന്റെ ആ ശ്രമം പാളിപ്പോകുന്നു. ഹൈപ്പീരിയന് ഹീറ്റ് വിഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. ബ്ലാക്ക് വിഡോ ഹൈപ്പീരിയനോട് പറയുവാണ്, യെല്ലോ സൺ ആണ് നിനക്ക് പവേഴ്സ് നൽകുന്നത്. ആ യെല്ലോ സണ്ണിനെ മറിച്ച് ബ്ലൂ കളർ ആയാൽ പിന്നെ നിനക്ക് നിന്റെ പവേഴ്സ് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നൊക്കെ. അങ്ങനെ ബ്ലാക്ക് വിഡോ ഹൈപ്പീരിയനെ ഡിഫീറ്റ് ചെയ്തു. എന്തായാലും നൈറ്റ് ഹോക്കിന്റെ പക്കല് ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടായിരുന്നു. അവൻ ഹൈപ്പീരിയനെയും ന്യൂക്കിനെയും ടെലിപ്പോർട്ട് ചെയ്യിപ്പിച്ച് അവരെ അവന്റെ പക്കലേക്ക് എത്തിക്കുന്നു. ന്യൂക്ക് തന്റെ എല്ലാ പവേഴ്സും ഹൈപ്പീരിയന് കൊടുക്കുന്നതോടെ ഹൈപ്പീരിയൻ കൂടുതൽ പവർഫുൾ ആവുകയാണ്. ഒട്ടും സമയം കളയാതെ ഹൈപ്പീരിയൻ എർത്തിനെ നശിപ്പിക്കാനായിട്ട് എർത്തിന്റെ ഉള്ളിലേക്ക് പോകുന്നു. അതായത് എർത്തിന്റെ ഇന്നർ കോറിലേക്ക് പോകുന്നു. ക്യാപ്റ്റൻ അമേരിക്ക തന്റെ അവസാന പ്രസന്റ് പവർ ഉപയോഗിച്ച് അവഞ്ചേഴ്സിനെ അസംബിൾ ചെയ്യിക്കുന്നു. എർത്ത് നശിക്കാൻ പോവുകയാണല്ലോ. എർത്തിൽ നിന്നും മറ്റൊരു പ്ലാനറ്റിലേക്ക് തന്റെ ജെറ്റിൽ എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന നൈറ്റ് ഹോക്കിനെ അയൺമാൻ തടയാൻ ശ്രമിക്കുന്നു. അയൺമാനും നൈറ്റ് ഹോക്കും തമ്മിൽ ഒരു വമ്പൻ പോരാട്ടം നടക്കുവാണ്. ഒരു നീണ്ട പോരാട്ടത്തിനൊടുവില് നൈറ്റ് ഹോക്ക് അയൺമാനെ ഡിഫീറ്റ് ചെയ്തു. ഈ സമയത്ത് ഹൈപ്പീരിയനെ ഫോളോ ചെയ്ത് എർത്തിന്റെ ഇന്നർ കോറിലേക്ക് പോവുകയാണ് അവഞ്ചേഴ്സ്. പെട്ടെന്ന് തന്നെ ഹൈപ്പീരിയനെ അവഞ്ചേഴ്സ് വളയുന്നു. അവഞ്ചേഴ്സും ഹൈപ്പീരിയനുമായിട്ട് ഒരു വമ്പൻ പോരാട്ടം നടക്കുവാണ്. അവഞ്ചേഴ്സിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അറ്റാക്കിൽ ഹൈപ്പീരിയൻ ഡിഫീറ്റ് ചെയ്യപ്പെടുകയാണ്. ഹൈപ്പീരിയൻ തന്റെ എല്ലാ പവേഴ്സും ഉപയോഗിച്ച് അവഞ്ചേഴ്സിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. അത് കണ്ട ഫാൽക്കൺ ഒരു ഷീൽഡ് ഉപയോഗിച്ച് അവഞ്ചേഴ്സിനെ സേവ് ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ആന്റ്മാൻ ആന്റുകളുടെ സഹായത്തോടെ ഹൈപ്പീരിയനെ ആക്രമിക്കുന്നു. ഈ സമയത്ത് അയൺമാനും നൈറ്റ് ഹോക്കും തമ്മിലുള്ള ഫൈറ്റിന്റെ ആഘാതത്തിൽ നൈറ്റ് ഹോക്കിന്റെ ജെറ്റ് നശിക്കാൻ പോകുവാണ്. പെട്ടെന്ന് തന്നെ തോർ അവിടേക്ക് വന്നിട്ട് നൈറ്റ് ഹോക്കിന്റെ ജെറ്റിനെ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യിക്കുന്നു. അവഞ്ചേഴ്സിന്റെ മുൻപിൽ തോൽവി ഏറ്റുവാങ്ങിയ ഹൈപ്പീരിയനെ ഹൾക്ക് നൈറ്റ് ഹോക്കിന് മുന്നിൽ ഇട്ടുകൊടുക്കുന്നു. അവഞ്ചേഴ്സിന്റെ പക്കൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന നൈറ്റ് ഹോക്കിനെ പിടികൂടിയ അയൺമാൻ നൈറ്റ് ഹോക്കിന്റെ 2 വിങ്സും നശിപ്പിക്കുന്നു. അതെ, സ്ക്വാഡ്രൺ സുപ്രീം തോറ്റു. അവഞ്ചേഴ്സ് ജയിച്ചു. അവഞ്ചേഴ്സ് വീണ്ടും അവഞ്ചേഴ്സ് ടവർ റീബിൽഡ് ചെയ്യുന്നു. നമുക്കെന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം.